നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ബീഫ് കറിയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ പൊറോട്ടയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡായിട്ട് കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ദാ ഇതുപോലെ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ 1 കിലോ ബീഫ് എടുത്ത് ഇതാ ഈ ഒരു വലിപ്പത്തിലായിട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് വലിപ്പം കൂടുതലും വേണ്ട, എന്നാൽ തീരെ അങ്ങോട്ട് ചെറുതാക്കിയും വേണ്ട. ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. നല്ലോണം കഴുകി ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞതാട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുക്കാം. എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കുഞ്ഞുള്ളിയും കൂടി മിക്സിയുടെ ജാറിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ കറക്കിയും കൂടി എടുത്തതാട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ചെടുത്താലും മതി. നല്ലോണം പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി നേരെ കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 കുഞ്ഞുള്ളിയും കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ബീഫിലേക്ക് ചേർത്ത് ശരിക്കും എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്തിട്ടോ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി നേരെ കുക്കറിലേക്ക് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാട്ടോ ഞാൻ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെ ബീഫിനും ഓരോരോ വേവായിരിക്കും, അതനുസരിച്ച് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ മിക്സാക്കിയ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഞാൻ ഒരു 1/4 കപ്പ് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ ഒന്നുകൂടെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് തേങ്ങയൊന്ന് വറുത്ത് നല്ലോണം തന്നെ ഒന്നുകൂടെ അരച്ചെടുക്കാവേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 2 വലിയ പിടി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടി ചൂടാക്കി ശരിക്കും തേങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം ഒരു 4-5 കുഞ്ഞുള്ളിയും കൂടെ തന്നെ ഒരു 4-5 തന്നെ വെളുത്തുള്ളിയും 2 തന്നെ കറിവേപ്പിലയും കൂടി നമ്മുടെ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് പതുക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊന്ന് മാറി വരുന്ന തുടങ്ങുന്ന സമയത്താണ് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലോണം തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതായതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി പൊടികളിലേക്ക് ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കണ്ടോ, ശരിക്കും ഒന്നുകൂടെ മാറി നല്ലോണം തന്നെ ഒന്നുകൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പൊടികൾ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ നാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ വെന്ത് വന്ന നമ്മുടെ ബീഫ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നപ്പോൾ ബീഫിൽ നിന്ന് ശരിക്കും വെള്ളം ഇറങ്ങി അത്യാവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒന്നുകൂടി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ തേങ്ങ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ തന്നെ കളറൊക്കെ ആകെ അങ്ങോട്ട് മാറി വരും കേട്ടോ. ശരിക്കും ഒന്നുകൂടെ തിളപ്പിച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ വറ്റിച്ച് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല ചെറിയൊരു ഗ്രേവിയിൽ നിർത്തിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലോണം തന്നെ ഒന്നുകൂടെ കുറുക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും ഒന്നുകൂടെ തിളച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ വറ്റി വരട്ടെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ സൈഡിലായിട്ട് നമ്മുടെ ഈ കറിയും കൂടി ചേർത്ത് കഴിച്ചിട്ടുണ്ടല്ലോ, എന്നാ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഞാൻ ഈ ഒരു പരുവത്തിൽ നിർത്തിയിട്ടാട്ടോ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തത്. കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ലോണം തന്നെ ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി.
കൂടെ തന്നെ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.